ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലും നന്ദിയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഹോശേയ പ്രവചനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 36-ാം വാക്യം. ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈശ്വരനുമായി മനുഷ്യൻ സംസർഗം ചെയ്യുന്ന അവസരമാണ് ആരാധന. അതിൻ്റെ പ്രേരക ശക്തി ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അവബോധമാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ആരാധനയുടെ പ്രാധാന്യമോ പ്രസക്തിയോ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതിനാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും അവിടുത്തോടുള്ള സ്നേഹ ആദരവുകളുടെയും ഫലമായി ആരാധന രൂപപ്പെടുന്നു. ആരാധനയിൽ മനുഷ്യൻ്റെ ഹൃദയവും നാവും മാത്രമല്ല, ശരീരവും സമസ്ത വ്യക്തിത്വവും പങ്കുചേരുന്നു. ഇത്തരത്തിൽ ദേവാലയം വിട്ടുപിരിയാതെ ജീവിച്ച ഒരു മാതാവായിരുന്നു ഹന്ന. പലസ്തീൻ്റെ വടക്കേ ഭാഗത്ത് താമസിച്ചിരുന്ന ആശേർ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഫനൂവേലിൻ്റെ മകളായിരുന്നു ഹന്ന. അന്ന എന്ന ഗ്രീക്ക് പദത്തിൻ്റെ എബ്രായ രൂപമാണ് ഹന്ന എന്നത്. ഈ പേരിൻ്റെ അർത്ഥം കൃപ എന്നതാണ്. വൃദ്ധമാതാവായ ഹന്നയുടെ ചില പ്രത്യേകതകൾ ഇന്ന് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, വൈധവ്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയവൾ ആയിരുന്നു. കന്യാകാലത്തിൽ അഥവാ യൗവനത്തിൽ തന്നെ തൻ്റെ ഭർത്താവ് മരിച്ചുപോയ വ്യക്തിയായിരുന്നു ഹന്ന. 7 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം മക്കളില്ലാതെ, ഭർത്താവില്ലാതെ ഏകാകിയായി 84 വർഷം ജീവിച്ചു. ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും വേദന നിറഞ്ഞ നീണ്ട വർഷങ്ങളിൽ തകർന്നു പോകാമായിരുന്നിട്ടും ധ്യാനത്തോടെ, പ്രാർത്ഥനയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഹന്ന എന്ന മാതാവിന് സാധിച്ചു. തിരുവചനത്തിൽ വൈധവ്യത്തിൻ്റെ അനുഭവത്തിലൂടെ സഞ്ചരിച്ച ധാരാളം വ്യക്തികളെ നാം ഇതിനോടകം മനസ്സിലാക്കിയതാണ്. എന്നാൽ പലപ്പോഴും നമ്മളും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന തരത്തിൽ എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു എന്ന വ്യഥയോടെ ജീവിക്കുന്നവരാണ്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന സ്രഷ്ടാവായ ദൈവമുമ്പാകെയാണ് ഞാൻ എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഈ മാതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, പ്രായാധിക്യത്തിലും ദൈവത്തെ സാക്ഷിക്കുന്നു. ഇവിടെ തിരുവചനം പറയുന്നത്, വളരെ വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു എന്നാണ് ഈ മാതാവിനെ കുറിച്ച് സാക്ഷിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, ദൈവത്തെ സ്തുതിച്ചു. 2, യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും ഈ ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണമെങ്കിൽ പ്രായമോ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളോ ഒന്നും ഒരു തടസ്സമാകുന്നില്ല എന്ന് ഈ മാതാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതനുഭവത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ദിവസം കൂടെ അവിടുന്ന് ദാനമായി നൽകിയതിനായി നന്ദി പറയുന്നു. ഹന്ന എന്ന മാതാവിനെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആ മാതൃകകൾ പിന്തുടരുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളുടെ മധ്യത്തിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ അന്ത്യം വരെയും അങ്ങയെ സാക്ഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.